എല്ലാവർക്കും നമസ്കാരം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. അവിടെ ഒരു ന്യായാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ന്യായാധിപനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് എന്തില്ല? ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. എന്ന് വെച്ചാൽ ന്യായം നടത്തി കൊടുക്കേണ്ട ആ പട്ടണത്തിലെ ന്യായാധിപൻ അവിടെയുള്ള ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ന്യായമായത് ചെയ്തു കൊടുക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇവൻ എന്തില്ല? ഇവന് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ഒട്ട് പേടിയുമില്ല, ശങ്കയുമില്ലാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്തോട്ട് ആര് വന്നിരിക്കുക? ഒരു വിധവയായ സ്ത്രീ വന്നിരിക്കുക. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, എനിക്ക് എൻ്റെ പ്രതിയോഗിയോട് എനിക്കൊന്ന് നീതി നടത്തി തരണം, കാരണം പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഈ ന്യായാധിപൻ്റെ അടുത്തോട്ട് വരികയാണ്. പക്ഷേ ഈ ന്യായാധിപൻ കുറേ നാളത്തേക്ക് എന്താ ചെയ്തിരിക്കുന്നത്? ആ സ്ത്രീയെ മൈൻഡ് ചെയ്തില്ല. ഇനി ഈ സ്ത്രീ എന്തിനാ വന്നത്? ഈ സ്ത്രീ വിധവയാ അല്ലേ? അവരുടെ മക്കളെക്കുറിച്ച് പറയുന്നില്ല, ഭർത്താവിനെക്കുറിച്ച്. ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ടാണ് വിധവയെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഭർത്താവും ഇല്ല, മക്കളെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഇനി ആൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് ഈ വിധവയ്ക്ക് ഈ ന്യായാധിപൻ്റെ അടുത്തോട്ട്, അതായത് ഈ നീതി നടത്തി തരാത്ത ഈ ന്യായാധിപൻ്റെ അടുത്തോട്ട് പോകേണ്ടി വരത്തില്ല. അവരുടെ മക്കൾ ആ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടേനെ. പക്ഷേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഇതെൻ്റെ ഒരു നിഗമനമാണ്, അവർക്കൊരു പക്ഷേ ആൺമക്കളൊന്നും ഇല്ലായിരിക്കാം. എനിവേ, അതുകൊണ്ടാണല്ലോ ഇവരെങ്ങോട്ട് ചെന്നത്? ആ ന്യായാധിപൻ്റെ അടുത്തോട്ട് ചെന്നത്. പക്ഷേ ന്യായാധിപൻ കുറേ നാളത്തേക്ക് എന്താണ് ഇവരെ മൈൻഡ് ചെയ്തില്ല. ഇവരുടെ ഒരു കാര്യത്തിലും പുള്ളി അങ്ങ് കേട്ടതായിട്ട് പോലും നടിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ന്യായാധിപന് മനസ്സിലായി ഈ സ്ത്രീ പോകുന്നില്ല. ഇവളെന്താ ചെയ്യുന്നത്? ഇവളിങ്ങനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് പ്രതിക്രിയ നടത്തിത്താ എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരത്തെ എനിക്ക് ന്യായം നടത്തി തരണം എന്ന് പറഞ്ഞ് ഈ ന്യായാധിപൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഈ സ്ത്രീയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ, അതുമാത്രവുമല്ല, ന്യായാധിപന് മനസ്സിലായി ഇവൾക്ക് ഞാൻ ന്യായം നടത്തി കൊടുത്തില്ല എങ്കിൽ ഇവൾ എൻ്റെ മുഖത്തിലിട്ടടിക്കും. എന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് വേറൊരു നിർവാഹവുമില്ല. അതുകൊണ്ടാണ് അവൾ വന്നത്? എൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ന്യായാധിപൻ്റെ അടുത്തോട്ട് ഒരുമാതിരിപ്പെട്ട ആരും ചെല്ലിയല്ലായിരിക്കും. കാരണം നമ്മൾക്ക് അങ്ങനെയല്ലേ, നമ്മൾക്ക് ന്യായം ലഭിക്കത്തില്ല എന്ന് പറയുന്ന ഇടത്തോട്ട് നമ്മൾക്ക് പോകാൻ വലിയ താല്പര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് പക്ഷേ ഈ ന്യായാധിപന് അറിയാം. അതുകൊണ്ട് വേറെ ആരും അധികം ഇദ്ദേഹത്തെ ശല്യം ചെയ്യുവാനായിട്ട് ചെല്ലുന്നില്ല. എന്നാൽ ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരമായിട്ട് ചെന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? അവൾക്ക് ഈ ന്യായാധിപൻ ന്യായം നടത്തി കൊടുക്കണം. ഇല്ല എങ്കിൽ വേറൊരു സ്ഥലത്തുനിന്ന് ഇവൾക്ക് എന്ത് കിട്ടാനില്ല? ഇവൾക്കൊരു ന്യായം കിട്ടുവാനായിട്ടില്ല. അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തുവാൻ വേറെ ആരുമില്ല. ഈ ന്യായാധിപൻ തന്നെ എഴുന്നേൽക്കണം. അതിനവൾ എന്താ ചെയ്തത്? ആ പുള്ളിനെ കുറിച്ചുള്ള കേട്ടുകഴിവ് അങ്ങനെയാണ്. ആ പുള്ളിക്ക് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ഒട്ട് പേടിയുമില്ല. അതുകൊണ്ട് ഈ പുള്ളി എന്താണ് ന്യായം നടത്തി കൊടുക്കുന്ന മനുഷ്യനുമല്ല. പക്ഷേ ഇവൾ പിന്മാറുവാൻ തയ്യാറായില്ല. ഇവളെന്താ ചെയ്തത്? ഇവൾ നിരന്തരം ഇങ്ങനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ആ ന്യായാധിപൻ ആ സ്ത്രീയുടെ അസഹ്യപ്പെടുത്തൽ കാരണം ഇനി അതുമല്ല, അവൾക്ക് വേറെ പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് അവൾ എൻ്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി കൊടുത്തു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രതിയോഗി, അതായത് ഈ സ്ത്രീയുടെ ശത്രുവായിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഈ സ്ത്രീക്ക് വിരോധമായിട്ട് ചെയ്തതിൻ്റെ പ്രതിക്രിയ നടത്തി കൊടുത്തു. അതിൻ്റെ അവരെന്താണോ ചെയ്തത് അവരെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിക്രിയ ആര് നടത്തി കൊടുത്തു? ഈ ന്യായാധിപൻ നടത്തി കൊടുത്തു എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഉപമ ആര് പറഞ്ഞതാ? നമ്മുടെ യേശു കർത്താവ് പറഞ്ഞതല്ലേ? ആരോട് പറഞ്ഞതാ? ആ യേശു ക്രിസ്തുവിനെ കേൾക്കാൻ വന്ന ജനത്തോടും ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞതാ. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഒരു ഉപമ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, ഈ നീതിരഹിതനായ ന്യായാധിപൻ, യേശുക്രിസ്തു പറയുന്നത് അങ്ങനെയാണ്, ഈ നീതിരഹിതനായ ന്യായാധിപൻ ആ വിധവയ്ക്ക് ന്യായം നടത്തി കൊടുത്തുവെങ്കിൽ, അല്ലെങ്കിൽ പ്രതിക്രിയ നടത്തി അവളെ രക്ഷിച്ചുവെങ്കിൽ, രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രതിക്രിയ നടത്തി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം എന്താണ്? വേഗത്തിൽ പ്രതിക്രിയ നടത്തി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. പെട്ടെന്നൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല? പെട്ടെന്നൊന്നും ദൈവം പ്രതിക്രിയ നടത്തുവാനായിട്ട് ഇറങ്ങുന്ന ദൈവമല്ല. പക്ഷേ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം പെട്ടെന്ന് ഇടപെടുമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് നീ ഒത്തിരി കാലതാമസം വേണ്ട, ദൈവം പെട്ടെന്ന് തന്നെ കാര്യം നടത്തി തരുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളോട് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാ? നമ്മൾ ദൈവത്തോട് എപ്പോഴും നിലവിളിക്കുമ്പോൾ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, എനിക്ക് വേണ്ടി ന്യായം നടത്തി തരണമേ, എനിക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ വിഷയത്തിൽ
പെട്ടെന്ന് ഇടപെടുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വേറെ ഇങ്ങോട്ട് പോകാനില്ലല്ലേ. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മൾക്ക് ഒരു രാഷ്ട്രീയക്കാരുടെ പിൻബലമില്ലാതെ കയറി ചെല്ലാൻ പറ്റുമോ? പറ്റത്തില്ല, നീതി ലഭിക്കത്തില്ല. കാരണം അവിടെയൊക്കെ ഇരിക്കുന്നവരെല്ലാം എന്താണ്, മിക്ക ആൾക്കാരും ഒരു 95% ആൾക്കാർ കറപ്റ്റഡ് ആണ്. അതുപോലെ നമ്മൾക്ക് സർക്കാർ ഓഫീസുകളിലോട്ട് കയറി ചെല്ലുവാൻ പറ്റുമോ? അവിടെയും കൈക്കൂലി വേണം അല്ലേ. ഏത് സംവിധാനങ്ങളുടെ അടുത്തേക്ക് നമ്മൾക്ക് ചെല്ലേണ്ടി വന്നാലും അതെന്താണ്, നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്തിനേറെ പറയുന്നു, ഈ ലോകത്തിലോട്ട് ഇറങ്ങിക്ക്. ഇവിടെ എന്താണ്, ഈ പണമുള്ളവന് അല്ലെങ്കിൽ പണവും പ്രതാപവും ഉള്ളവൻ അല്ലെങ്കിൽ പണവും പിടിപാടുമുള്ളവൻ എന്താ ചെയ്യുന്നത്? പാവങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് അവരെ അടിച്ചമർത്തുകയാണ്, അവരുടെ ന്യായത്തെ മറിച്ചു കളയുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ്. അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾക്കറിയാം, ക്രിസ്ത്യാനികളെ എല്ലാവരും എടുത്ത് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുക. അതിൽ പ്രത്യേകിച്ച് ബന്ധക്കസ്തുകാരെ എടുത്ത് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? ചോദിക്കാനും പറയാനും ആരും വരത്തില്ലെന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കത് തെറ്റിയിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ദൈവം എഴുന്നേൽക്കുമെന്നുള്ളത് അവരൊക്കെ അറിഞ്ഞു കുറച്ച് വൈകിയാണെങ്കിലും അവരത് അറിയും. പക്ഷേ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ? നിനക്ക് വേണ്ടിയിട്ട് പ്രതിക്രിയ നടത്തുവാൻ ആരുമില്ലാതിരിക്കുന്ന സിറ്റുവേഷനാണോ? നീ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, രാവും പകലും ആ ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ദൈവം നിലവിളി കേൾക്കാതെ പോകത്തില്ല. ഇനി എല്ലാവരും പറയും, അയ്യോ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് താമസമാ. സത്യമാ, താമസമല്ല. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെയും കൂടെ ദൈവം പരിഗണിക്കും. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവം ഒന്ന് പരിഗണിക്കും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ നിലവിളിയും നമ്മളുടെ കണ്ണുനീരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് എന്താണ്, അതിനെ മറികടന്ന് പോകുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? അവിടുത്തെ ആ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനോടുള്ള കൃപയും കരുണയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ദൈവം എന്ത് ചെയ്യും? നമ്മുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. രാവും പകലും ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അത് മാത്രമല്ല, ദൈവം എന്താണ്, വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഒരു വിഷയത്തിനൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുവാണ്, കുറച്ച് ദിവസം നമ്മൾ പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, നമ്മൾ തന്നെ പറയും, ഓ അത് കിട്ടത്തൊന്നും ഇല്ലെന്നേ, അല്ലെങ്കിൽ അത് ലഭിക്കത്തൊന്നും ഇല്ലെന്ന് നമ്മളുടെ മനസ്സ് തന്നെ നമ്മളോട് ഇങ്ങനെ നെഗറ്റീവ് പറയും. അതുകൂടാതെ എന്താണ്, ഇവരോടും പറയും, നമ്മുടെ അയൽവക്കംകാർ അല്ലെങ്കിൽ കൂട്ടുകാർ, നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ പറയും, ഓ അത് നടക്കാൻ പോകുന്നില്ല, അത് സംഭവിക്കത്തില്ല, നമുക്കൊന്നും നീതി കിട്ടത്തില്ലെന്നേ, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ നമ്മളോട് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മനസ്സ് മടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കും തോന്നുമോ, സത്യമാണ്, ഇത്രയും നാളായിട്ട് നമ്മൾക്ക് നീതി കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് കിട്ടത്തൊന്നുമില്ല, അവരാണ്ട് നല്ല സുഖത്തോടെ ജീവിക്കുന്നു, നമ്മളെ ദ്രോഹിച്ചവരാണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഉൾപ്പെടെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, എഴുതി വെച്ചോ. ദൈവത്തിൻ്റെ ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത് അത് തന്നെയാണ്. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മൾക്ക് ന്യായം പാലിച്ചു തരുന്ന ദൈവമാണ്. നമ്മൾ എന്ത് ചെയ്യണം? മടുത്തു പോകരുത്. വാക്കുകളുടെ മുൻപിൽ മടുത്തു പോകരുത്, സാഹചര്യങ്ങളുടെ മുൻപിൽ മടുത്തു പോകരുത്. നമ്മൾക്കെല്ലാം പ്രതികൂലമായിരിക്കും. ഒരു വിധത്തിലും നമ്മൾക്ക് ദൈവം നമ്മൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തത്തില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് നീതി ലഭിക്കത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിൻ്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ദൈവം ഇവിടെ പറയുന്നത് ഒറ്റ കാര്യമാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ, രാവും പകലും പ്രാർത്ഥിച്ചോ, ദൈവം താമസിപ്പിക്കത്തില്ല. പെട്ടെന്ന് നമ്മൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അത് കുറേ ആയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. ദൈവം തുടക്കം തന്നെ ഇറങ്ങി വരുമെന്നല്ല. ശത്രുവായവൻ വിചാരിച്ചിരിക്കും, ഓ അവൻ ജയിച്ചു എന്ന് പറഞ്ഞ് അവൻ അടങ്ങുന്ന സമയത്തായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ദൈവത്തിന് അറിയാം എങ്ങനെ ചെയ്യണം, ഏത് സമയത്ത് അവൻ്റെ തലക്കെട്ടടി കൊടുക്കണമെന്ന് ദൈവത്തിനറിയാം, അല്ലെങ്കിൽ അവൻ്റെ കുതികാല് വെട്ടണമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ആ സമയത്ത് ദൈവം ഇറങ്ങുവാനായിട്ട് ദൈവം ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ കാൽച്ചുവട് മുൻപോട്ട് വയ്ക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ രാവും പകലും പ്രാർത്ഥിക്കുക. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് നിർത്തുവാനല്ല, രാവും പകലും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴെന്താണ്, ദൈവം നമ്മളുടെ വിഷയത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി വേഗത്തിൽ നീതി നടത്തി തന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇടയാകും. വിഷയം എന്തുമാകട്ടെ, ആ വിഷയത്തിൽ ദൈവം ഒന്നേ നോക്കുന്നുള്ളൂ, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ, രാവും പകലും ദൈവത്തെ വിടാതെ വിളിക്കുന്ന മക്കൾ, ആ ദൈവത്തിൻ്റെ വൃദ്ധന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നതല്ല, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെച്ച്? സങ്കീർത്തനക്കാരന് അറിയാം അല്ലേ,
എന്താണ് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുകയാണ്, ശത്രുക്കൾ പാളയം ഇറങ്ങിയിരിക്കുക. പക്ഷേ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പാളയം ഇറങ്ങിയിരിക്കുന്നതിലോ തൻ്റെ കഴിവിലോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതിലോ കഴിവിലോ ഒന്നുമല്ല അവിടെ ആശ്രയിച്ചിരിക്കുന്നത്. എവിടെ ആശ്രയിച്ചിരിക്കുന്നത്? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. ദൈവം ചെയ്യുന്ന പ്രവർത്തിക്ക് ഇപ്പോഴേ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മൾക്ക് വേണ്ടി നീതി നടത്തിത്തരും. നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നമ്മൾ പ്രാർത്ഥിച്ച വിഷയം നമ്മൾക്ക് ലഭിച്ചു എന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. எனவே എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.